ഇപ്പം സമയം 6 മണി. ഈ 6 മണിക്കുള്ള KSRTC കയറി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ തിരുവനന്തപുരം വരെ ചെല്ലുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തിനാണ് തിരുവനന്തപുരത്തിന് പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നിട്ട് പറയാം. നേരം വെളുത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അടൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരം നമ്മുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കാനുള്ള ആൾക്കാർക്കൊക്കെ പോയി ചായ കുടിക്കാം. നമ്മളെന്തായാലും ചങ്ങനാശ്ശേരി നിന്നാണ് കയറി എന്നുള്ളത് കൊണ്ട് തന്നെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങില്ല. അങ്ങനെ അടൂരിൽ കുറച്ചു നേരം വിശ്രമത്തിന് ശേഷം വീണ്ടും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴുള്ള കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയുടെ 2 സൈഡിൽ ഇങ്ങനെ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സമയം 9 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ആളുകൾ പൊങ്കാല ഇടുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വന്ന കാര്യം നടന്ന് നമ്മൾ നേരെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ വേറെ ഒന്നിനും വേണ്ടി വന്നതല്ല, നമ്മുടെ 360 ക്യാമറ വാങ്ങിക്കുന്നതിന് വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ അത് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാതിരിക്കില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ GoPro കംപ്ലൈൻറ്റ് ആയിപ്പോയത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ വാങ്ങിക്കുന്നതിന് വേണ്ടി വന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്യാമറ സെറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ Insta360 X4 എന്ന് പറയുന്ന ക്യാമറയാണ് കേട്ടോ. ഇതിന് ശേഷം ഒരു X5 എന്ന് പറഞ്ഞൊരു വേർഷനും കൂടി ഇതിൻ്റെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് എക്സ്ട്രാ ഒരു ബാറ്ററി വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ബണ്ടിൽ വരുന്നുണ്ട്. ഇതുണ്ടോ, അതായത് ബൈക്കിനകത്തൊക്കെ കണക്ട് ചെയ്യാന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് 360 ക്യാമറയ്ക്ക് ഒരു സ്റ്റിക്ക് 2 സ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ 2 സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ബൈക്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ മൗണ്ടുകൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറയെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവർക്കും ഈ ക്യാമറ സുപരിചിതമായിട്ടുള്ളൊരു ക്യാമറയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിളായിട്ട് നമുക്ക് ഈ സോളോയൊക്കെ റൈഡൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ബൈക്കിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസൊക്കെ നമുക്കിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്യാമറ GoProയിൽ നിന്നും നമ്മൾ ഇതിനകത്തോട്ടേക്ക് അപ്ഡേഷൻ ആയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയിൽ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ, അതായത് ബൈക്കിൽ കണക്ട് ചെയ്തിട്ട് ബൈക്കിൽ വെച്ചിട്ട് ബൈക്കിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ക്യാമറ കണക്ട് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ മോഡലാണ് കേട്ടോ. ഹെൽമെറ്റിനകത്താണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഹെൽമെറ്റിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഹെൽമെറ്റിനകത്ത് കിട്ടുന്ന വ്യൂ കേട്ടോ. ഇതിൻ്റെ പലതരത്തിൽ നമുക്ക് വൈഡാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി ടൈറ്റ് ആക്കി ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫ്രെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. അടുത്ത ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നമുക്ക് ആ മൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ ഹാൻഡിലിനകത്ത് സെറ്റ് ചെയ്തിട്ട് സ്റ്റിക്കയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ക്യാമറ. ഇനിയുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഈ സ്റ്റിക്ക് തന്നെ കുറച്ചുകൂടി നീട്ടി നമുക്ക് മുന്നോട്ട് ഇങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റും. അങ്ങനെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ഇങ്ങനെയായിരിക്കും. ഇനി ക്യാമറ സ്റ്റിക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഹാൻഡിലെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടുന്ന വ്യൂ ഇങ്ങനെയായിരിക്കും. എന്തായാലും ഈ ഒരു ക്യാമറ അടിപൊളിയാണ് കേട്ടോ. മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ക്യാമറ. പിന്നെ സോളോ റൈഡൊക്കെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും അടിപൊളി ക്യാമറയാണ് കേട്ടോ. കാരണം വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതിനകത്തൊക്കെ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിതുവരെ അങ്ങനെ ഒരു സംഭവം പറയത്തില്ലാത്തായിരുന്നു. ഞാൻ പറയാനിട്ടാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. എന്തായാലും ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.